പ്രണയം. രചന പൗർണമി. അവതരണം മിത്രവിന്ദ. ആദു തറവാട്ടിലെ ഓണാഘോഷ തിരക്കുകളിലാണ്. അതിരാവിലെ കുളിച്ച് പൂവട്ടിയുമായിട്ട് പൂക്കൾ ശേഖരിക്കാൻ പറമ്പിലേക്ക് ഇറങ്ങും ആദു. കൂട്ടിന് വല്യമ്മായിയും സമീപ പ്രദേശങ്ങളിലെ കുഞ്ഞു കുട്ടികളുമൊക്കെ ഉണ്ടാകും. ചെമ്പകമംഗലത്തെ പറമ്പിൽ നിറയെ നാടൻ പൂക്കളുടെ നല്ല ശേഖരമുണ്ട്. 10 ദിവസവും നല്ല രീതിയിൽ പൂക്കളം ഒരുക്കാനുള്ള പൂക്കൾക്കായിട്ട് അവർക്ക് മറ്റെവിടേക്കും തേടേണ്ടതില്ല. പൂക്കൾ തേടി ഇങ്ങനെ നടക്കുന്നതും വളരെ രസകരമായ അനുഭവമാണ് അവൾക്ക്. തറവാട്ടിലെ ഓരോ ഓണക്കാലവും അവൾക്ക് സമ്മാനിക്കുന്ന മധുരമുള്ള ഓർമ്മകൾ, എന്നെന്നും നെഞ്ചിൽ പൊതിഞ്ഞു സൂക്ഷിക്കുവാനുള്ള മൂല്യമേറിയ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ. ഇപ്പോഴൊക്കെ ആണെങ്കിൽ പൂ തേടലിന്റെ ഇടയ്ക്ക് ഓരോ സെൽഫി കൂടി പകർത്തും. ചിലപ്പോൾ അവളുടെ നാടിന്റെ കൊതിപ്പിക്കുന്ന സൗന്ദര്യമാകും അവളുടെ ഫോൺ ക്യാമറയിൽ ഇടം പിടിക്കുന്നത്. തോടുകളോ പച്ചപ്പ് വിരിച്ച പാടങ്ങളോ താമരക്കുളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരെ കൊതിപ്പിക്കാനുള്ളത്. പട്ടണത്തിൽ മാത്രം ജീവിച്ചിട്ടുള്ള അക്കൂനും ഗാഥയ്ക്കും അതൊക്കെ അപൂർവമായ കാഴ്ചകളാണ്. ഇവരെ കൂടാതെ ഇപ്പോൾ ഗായത്രിക്കും അയച്ചു കൊടുക്കുന്നുണ്ട് എല്ലാത്തിൻ്റെയും ഓരോ കോപ്പി. മനസ്സിന് ഇഷ്ടമായതൊക്കെയും സ്റ്റാറ്റസ് ആക്കും ആദു. തറവാട്ടി പോയതിൽ പിന്നെ നിന്റെ സ്റ്റാറ്റസ് ഒരു ട്രെയിൻ പോലെയാണെന്ന് അക്കു ഇടയ്ക്ക് അവളെ കളിയാക്കും. അവളുടെ ആ സന്തോഷങ്ങൾ അവർക്കും ഇപ്പോൾ ഒരു സന്തോഷമാണ്. സത്യത്തിൽ എല്ലാം കണ്ടിട്ട് ആദുവിന്റെ തറവാട്ടിൽ 2 ദിവസം നിൽക്കാനുള്ള പെർമിഷൻ കൂടി അവർ ഇരുവരും നേടിയെടുത്തിട്ടുണ്ട്. അതുതന്നെയായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടുള്ള ആദുവിന്റെ ഉദ്ദേശവും. തനിക്ക് പ്രിയമുള്ളതും പ്രിയപ്പെട്ടവരുമെല്ലാം ഒരു കുടക്കീഴില്. ആദുവിനോളം ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുവാൻ മറ്റാർക്കാണ് കഴിയുക? തിരുവോണത്തിന് വലിയ പൂക്കളമാണ് ഇടുന്നത്. അതിനുവേണ്ടി പല കളറിൽ ബന്ദിപ്പൂക്കളും വാടാമല്ലിയും ബാലമാമയും വല്യമാമയും നേരത്തെ തന്നെ നട്ടുപിടിപ്പിക്കും. അതിലെ പൂക്കൾ കൂടി പറിച്ചാണ് ഉത്രാടദിന രാത്രിയിൽ തിരുവോണത്തിന് വേണ്ടിയുള്ള വലിയ പൂക്കളം ഇടുന്നത്. മറ്റുള്ള ദിവസങ്ങളിൽ തുമ്പയും മുക്കുറ്റിയും തൊട്ടാവാടിയും കാശിത്തുമ്പയും ചെമ്പരത്തിയും പേരറിയാത്ത പല പൂക്കളും ചേർത്ത് ഒരു മനോഹരമായ പൂക്കളം സൂര്യൻ ഉദിക്കും മുന്നേ ആദു ഇടും. ആദുവിനു വേണ്ടി തറവാട് മുറ്റത്തെ വലിയ മാവിന്റെ ശിഖരത്തിലായി ഊഞ്ഞാലിട്ട് നൽകിയിട്ടുണ്ട് വല്യമ്മാമ. വല്യമ്മായി അമ്മയും ചേർന്ന് ഓണപ്പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൂടെ നിറച്ച് വെക്കുന്നുണ്ട്. പെട്ടെന്ന് ചീത്തയാകാത്തത് ആദുവിനൊക്കെ കൊണ്ടുപോകാനും കൂടിയുള്ള കണക്കിനാണ് അവരിതൊക്കെ ഉണ്ടാക്കുന്നത്. കുറച്ച് ഗായമ്മയ്ക്കും അക്കൂനും ഗാഥയ്ക്കും ഒക്കെ വേണ്ടി ഇപ്പോഴേ ബുക്ക് ചെയ്തിട്ടുണ്ട് ആദു. അതുകൊണ്ട് തന്നെ എല്ലാ പ്രാവശ്യവും കൊണ്ടുപോകുന്നതിലും കൂടുതൽ പലഹാരങ്ങൾ ഇപ്രാവശ്യം അവരുണ്ടാക്കുന്നുമുണ്ട്. ആദു എല്ലാം കൊണ്ട് ഹാപ്പിയായിട്ട് ചെമ്പകമംഗലത്തൂടി പാറി നടക്കുകയാണ് ഒരു പറവയെപ്പോലെ. പക്ഷെ ആദു പോയത് പിന്നെ ഗായത്രിയുടെ ദിനങ്ങൾ വളരെ വിരസമായിരുന്നു. ആദുവിനെ കണ്ടുമുട്ടുന്നതിന് മുൻപുള്ളതുപോലെ യാന്ത്രികമായിട്ട് അവരുടെ ഓരോ ദിവസങ്ങളും കടന്നു പോയിക്കൊണ്ടിരുന്നു. ആദുവില്ലാതെ അമ്പലത്തിൽ പോകുവാൻ പോലും ഒരു മടുപ്പായി തോന്നി ഗായത്രിക്ക്. ഗായത്രിയുടെ ആകെയുള്ള ആശ്വാസം ദിവസവും തേടിയെത്തുന്ന ആദുവിന്റെ ഫോൺ കോളും വീഡിയോ കോളും ഇടയ്ക്കുള്ള അവളുടെ മെസ്സേജുകളും ഒക്കെ മാത്രമാണ്. ധ്രുവിയുടെയും മനസ്സിൽ അവനറിയാതെ ഒരു ശൂന്യത അനുഭവപ്പെടുന്നുണ്ട്. അമ്മയുടെ തെളിച്ചമില്ലാത്ത മുഖത്തിന്റെ പിന്നിലെ കാരണവും ആ ഒരുവൾ മാത്രമാണെന്ന് അവന് മനസ്സിലാവുകയായിരുന്നു. വല്ലാത്തൊരു പെണ്ണ് തന്നെയാണവള്. അവൾ നിൽക്കുന്നിടമെല്ലാം ഒരു വസന്തം നിറയ്ക്കുന്നവൾ. അവൾ പോയാൽ അവിടം എരിവേനലാണ്. ഒരു പുൽക്കൊടിക്ക് പോലും നിലനിൽക്കാൻ കഴിയാത്തത്ര എരിവേനൽ. ആദുവിന്റെ വീടിന് നേരെയുള്ള ജനാല തുറന്നിട്ട് ധ്രുവി. അവളുടെ വീടിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ അവിടെ നിന്ന് കാണാൻ കഴിയുള്ളൂ. എങ്കിലും അവിടേക്ക് ദൃഷ്ടി ഉറപ്പിച്ച് കുറച്ചു നേരം നിന്നു ധ്രുവി. പിന്നെ എന്തോ ആലോചിച്ചെന്നപോലെ താഴേക്ക് ചെന്നു അവൻ. അവിടെ ഡൈനിങ് ടേബിളിന്റെ ചെയറിൽ ഇരിപ്പുണ്ട് ഗായത്രി. ഫോണിൽ എന്തോ കാണുകയാണ്. മുഖം അല്പം തെളിഞ്ഞിട്ടുണ്ട്. ആർക്ക് പോയതിൽ പിന്നെ അമ്മയുടെ മുഖം ഒന്ന് പ്രകാശിക്കുന്നത് അപൂർവമാണ്. ധ്രുവി മറ്റൊരു ചെയർ വലിച്ചെടുത്ത് ഗായത്രിക്കരികിലേക്ക് ഇട്ടുകൊണ്ട് അവരുടെ ഫോണിലേക്ക് പാളി നോക്കി. ആത്മീയയുടെ സ്റ്റാറ്റസ് കാണുവാണ് അമ്മ. അതിന്റെ സന്തോഷമാണ് ആ മുഖത്തെന്ന് ധ്രുവി മനസ്സിലാക്കി. അപ്പോഴാണ് അവൻ അടുത്തു വന്നിരുന്നത് അവർ ശ്രദ്ധിക്കുന്നത്. എന്താ ധ്രുവി, നിനക്ക് വല്ലതും വേണോ? അവിചാരിതമായി ധ്രുവിയെ കണ്ട പകപ്പിൽ ഗായത്രി ചോദിച്ചു. സർവ്വസമയവും റൂമിൽ കയറി അടച്ചു കുത്തിയിരിക്കുന്നവൻ ഇവിടെ വന്നിരിക്കുമെന്ന് ഗായത്രിയും തീരെ പ്രതീക്ഷിച്ചതുമില്ല.
എനിക്കൊരു ചായ ഉണ്ടാക്കി തരുമോ അമ്മേ? ആവശ്യമില്ലെങ്കിൽ പോലും ധ്രുവി വെറുതെ പറഞ്ഞു. ഗായത്രി ഫോൺ ടേബിളിന്റെ പുറത്ത് വെച്ച് അടുക്കളയിലേക്ക് നടന്നു. അവര് പോയെന്ന് കണ്ടതും ധ്രുവി ആ ഫോൺ അവന്റെ കയ്യിലേക്കെടുത്തു. വാട്സാപ്പ് ഓപ്പൺ ചെയ്തപ്പോ അതിൽ ആദ്യം തന്നെയുള്ള ചാറ്റ് ആദുവിന്റെയാണ്. താൻ അമ്മയുടെ ഫോണിലേക്ക് അയക്കുന്ന മെസ്സേജുകളേക്കാൾ എത്രയോ ഇരട്ടി മെസ്സേജും ഫോട്ടോയും ഈ 1-2 ദിവസം കൊണ്ടവൾ അമ്മയ്ക്ക് അയച്ചിട്ടുണ്ടെന്ന് അവൻ ഓർത്തു. അവളുടെ അവിടെയുള്ള ഓരോ ദിവസത്തെയും ആക്ടിവിറ്റി ആ ചാറ്റിൽ നിന്നും അവൾ അയച്ച ഫോട്ടോസിൽ നിന്നുമൊക്കെ ആർക്കും മനസ്സിലാകും. പൂക്കൾ പറിക്കുന്നത്, പൂക്കളം ഒരുക്കുന്നത്, ഊഞ്ഞാലാടുന്നത്, കൈത്തോട്ടിൽ നിന്നും പരമയും പിടിക്കുന്നത്, ചാഞ്ഞു കിടക്കുന്ന മരച്ചില്ലയിലിരിക്കുന്നത്, പാടത്തെ ചെളി കളിക്കുന്നത്, പിന്നെ അവളുടെ തന്നെ പല മുഖഭാവങ്ങളിലുള്ള സെൽഫികൾ. പട്ടുപാവടയും ബ്ലൗസുമോ ധാവണിയോ ഒക്കെയാണ് മിക്ക ഫോട്ടോസിലെയും വേഷം. തലയിൽ നിറയെ മുല്ലപ്പൂമാല ചൂടിയിട്ടുണ്ട്. ധ്രുവി കുറച്ചുനേരം അവളുടെ ഫോട്ടോയിൽ ലയിച്ചിരുന്നു പോയി. ഗായത്രിയുടെ കാൽപ്പെരുമാറ്റം കേട്ടതും ധ്രുവി ഫോൺ പഴയതുപോലെ ടേബിളിൽ വെച്ചു. അവനപ്പോ കള്ളം ചെയ്തിട്ട് മറയ്ക്കാൻ പാടുപെടുന്ന ഒരു കുട്ടിയുടെ ഭാവമാണ്. ഗായത്രി ചായ ഗ്ലാസ് ധ്രുവിയുടെ അടുത്തേക്ക് വെച്ചു. അമ്മൂട്ടിയുടെ മുത്തശ്ശിയുടെ സപ്തതിക്ക് നീ വരുന്നുണ്ടോ? തീരെ പ്രതീക്ഷയില്ലാതെയാണ് ഗായത്രി ചോദിച്ചത്. വരുന്നുണ്ട്. ചായ ഊതി ഒരു ഇറക്ക് കുടിക്കുന്നതിനിടയ്ക്ക് ധ്രുവി മറുപടി പറഞ്ഞു. ഗായത്രി അങ്ങനെ ഒരു മറുപടി തീരെ പ്രതീക്ഷയില്ല. വിഷ്ണുവോടും സീതയോടും വരുമെന്നൊക്കെ പറഞ്ഞെങ്കിലും സമയമാകുമ്പോ എന്തെങ്കിലും ഒഴിവ് പറഞ്ഞ് അവൻ മാറിപ്പോകുമെന്നാണ് ഗായത്രി കരുതിയത്. പോയില്ലെങ്കിൽ മോശമല്ലേന്ന് കരുതിയാ. വിഷ്ണുങ്ങളും ആന്റിയും എന്ത് കരുതുമെന്ന് വിചാരിച്ച? അമ്മയെ ആ അവസ്ഥയിൽ ഹെൽപ്പ് ചെയ്തവരല്ലേ. അല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. അമ്മയും അച്ഛനും പോകേണ്ട കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ കാരണങ്ങൾ നിരത്തുന്നതിനൊപ്പം ഗായത്രിയെ പാളി നോക്കുന്നുണ്ട് ധ്രുവി. ഗായത്രിയുടെ മുഖത്തെ തെളിച്ചം കെട്ടുപോയി. അത്ര ഉദാര മനസ്സൊന്നും നീ കാട്ടണ്ട ധ്രുവി. നിനക്കിഷ്ടമില്ലാതെ നീ വരണ്ട. നിനക്ക് ക്ലബിൽ ടൂർണമെന്റ് വല്ലതും ആണെന്ന് ഞാൻ പറഞ്ഞോളാം. അച്ചു എന്തായാലും വരുന്നുണ്ട്. ഞാൻ അവനെയും കൂട്ടി പോയിക്കോളാടാ. പിന്നെ നിനക്കൊരു തെറ്റുപറ്റി. അന്നെന്നെ ഹെൽപ്പ് ചെയ്തത് സീതയല്ല, ആത്മീയയും വിശ്വസാറുമാണ്. നിനക്ക് അവരോട് കടമ തോന്നേണ്ട. എനിക്ക് അവരോട് കടപ്പാടും സ്നേഹവും നന്ദിയും ഒക്കെയുണ്ട്. തൽക്കാലം അത് മതി. ഗായത്രി പരിഭവത്തോടെ പറഞ്ഞു. അമ്മയ്ക്കിപ്പോ ദേഷ്യം തോന്നാൻ എന്താ ഉണ്ടായത്? ധ്രുവിക്കൊന്നും മനസ്സിലായുമില്ല. അമ്മ ഇത്രയൊക്കെ പറയാനും മാത്രം എന്താ ഉണ്ടായത്? ധ്രുവി ചൊടിച്ചു. നിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലായി. നിനക്ക് ആ കൊച്ചിനെ തീരെ ഇഷ്ടമല്ല. ആ കൊച്ച് എന്തൊക്കെ നന്മ ചെയ്താലും നിനക്കതൊന്നും കാണാനുള്ള കഴിവില്ല. അന്ന് തന്നെ എത്ര സന്തോഷമായിട്ട് നിന്നോടൊരു നന്ദി പറയാൻ വന്നതവൾ. നീ ദേഷ്യപ്പെട്ടതിനെ ഓടിച്ചില്ലേ? ഗായത്രി പറയുന്ന കേട്ട് ധ്രുവി ഞെട്ടിപ്പോയി. അവൾ നന്ദി പറയാനാണ് വന്നതെന്ന് അവനറിയില്ലായിരുന്നു. പിന്നെ അന്ന് ദേഷ്യപ്പെട്ടത് അതവളോട് വൈരാഗ്യം കാട്ടിയതാണോ ഞാൻ? അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ ആ സിറ്റുവേഷനിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവളോട് ഇത്തിരി ശബ്ദം ഉയർത്തിയെന്നേ ഉള്ളൂ. അന്ന് നടന്നത് എന്താണെന്ന് അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും തനിക്ക് കഴിയില്ലെന്ന് ധ്രുവി ഓർത്തു. ആത്മീക അമ്മയോട് പറഞ്ഞോ ഞാൻ അവളോട് ദേഷ്യം മനസ്സിൽ സൂക്ഷിച്ചു നടക്കുവാണെന്ന്? ആത്മീക എൻ്റെ സ്റ്റുഡൻ്റാണ്. അവൾ തെറ്റ് ചെയ്താലോ പഠിച്ചില്ലെങ്കിലോ ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്കവളെ വഴക്ക് പറയേണ്ടിയോ ദേഷ്യപ്പെടേണ്ടിയോ ശിക്ഷിക്കേണ്ടിയോ ഒക്കെ വരും എന്ന് കരുതി അവളോട് ദേഷ്യവും വൈരാഗ്യവും വെച്ച് പെരുമാറാൻ മാത്രം ചീപ്പല്ല ഞാൻ. ധ്രുവിയുടെ ആ മറുപടിയിൽ ഗായത്രിയുടെ വായ താനേ അടഞ്ഞുപോയി. അന്നപ്പോ അങ്ങനൊന്നും സംഭവിച്ചില്ലേ? അവർ ധ്രുവിയെ നോക്കി. മുഖമൊക്കെ ദേഷ്യം കൊണ്ട് ചുവന്നിരിക്കുവാണ്. മോനെ, അവളൊന്നും മിണ്ടാതെ പോയപ്പോ ഞാൻ ഓർത്തത് നീ വഴക്ക് പറഞ്ഞതാകൂന്നാ. ഗായത്രി അല്പം വിഷമത്തോടെ പറഞ്ഞു. ധ്രുവി ഒന്നയഞ്ഞു. എല്ലാത്തിൻ്റെയും കാരണങ്ങൾ വ്യക്തമായി അറിയുന്നത് അവനും ആദുവിനും മാത്രമാണല്ലോ. അമ്മേ, ഗിഫ്റ്റ് എന്ത് കൊടുക്കാനാ? ധ്രുവി വിഷയം മാറ്റി. ഒരു മോതിരം വാങ്ങിയാലോ മോനെ? പിന്നെ അമ്മൂട്ടിക്ക് വേണ്ടി ഒരു ഓണക്കോടിയും വാങ്ങണം. എങ്കിലമ്മ റെഡിയാകും. നമുക്കൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. ധ്രുവി പറഞ്ഞപ്പോ ഗായത്രി റെഡിയാവാനെ റൂമിലേക്ക് പോയി. ധ്രുവി അവന്റെ റൂമിലേക്കും ആദ്യം പോയത് ജ്വല്ലറിയിലേക്കാണ്. ഏകദേശം മുത്തശ്ശിയുടെ അളവ് വരുന്ന ഒരു മോതിരം ഗായത്രി തിരഞ്ഞെടുത്തു. ധ്രുവിക്ക് പിന്നെ അഭിപ്രായം ഒന്നുമില്ല. അതിനുശേഷം തുണിക്കടയിൽ പോയി. എന്താണ് മേഡം നോക്കുന്നത്?
ഗായത്രിക്ക് അരികിലേക്ക് വന്ന് ഒരു സെയിൽസ് ഗേൾ ചോദിച്ചു, ചുരിദാറ്. ഗായത്രി പറഞ്ഞതും സെക്കൻഡ് ഫ്ലോർ എന്ന് ആ പെൺകുട്ടി പറഞ്ഞു. ഓണമായതുകൊണ്ട് കടയിലൊക്കെ നല്ല തിരക്കുണ്ട്. ഗായത്രി ഓരോന്നും അവരെ കൊണ്ട് എടുപ്പിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഓപ്പൺ ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടാവുന്നില്ല. അവസാനം ഒരു ലാവെൻഡർ കളർ സിമ്പിൾ ചുരിദാറ് അവന് നേർക്ക് കാണിച്ചു ഗായത്രി. ഇഷ്ടമെങ്കിൽ എടുക്ക്. ധ്രുവി വാച്ചിലേക്ക് നോക്കി പറഞ്ഞതും ഗായത്രിയുടെ മുഖം മങ്ങി. ഇത് മതി. ഒരു പുഞ്ചിരി വരുത്തി തീർത്തുകൊണ്ട് ഗായത്രി പറഞ്ഞു. ധ്രുവിയുടെ ആ പ്രവൃത്തി അവർക്ക് ഇഷ്ടായില്ല. ഇരുവരും ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നും ഇറങ്ങിയപ്പോൾ സന്ദീപും ഫാമിലിയും ഷോപ്പിലേക്ക് കയറാൻ തുടങ്ങിയിരുന്നു. ഗായത്രിക്ക് സന്ദീപ് അവന്റെ മാതാപിതാക്കളെയും അർജുനെയും ഒക്കെ പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പം നാട്ടിലേക്ക് പോണില്ലേ ഓണത്തിന്? സന്ദീപിന്റെ അച്ഛൻ ചോദിച്ചപ്പോ ഗായത്രിയുടെ മുഖം ഒന്നും മങ്ങി. അവർ ധ്രുവിയെ നോക്കി. ഇല്ല, ഇപ്പൊ കുറച്ചു നാളായിട്ട് ഇതാണ് ഞങ്ങളുടെ നാട്. മുഖത്തെ തെളിച്ച് ഒട്ടും കുറയാതെ തന്നെ ധ്രുവി പറഞ്ഞു. സന്ദീപ് അത് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പൊ ശരി, നിങ്ങളുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞില്ലേ? ഇനി ഞങ്ങളങ്ങ് തുടങ്ങാം. സന്ദീപ് പറഞ്ഞതും രണ്ടാളും രണ്ടു വഴിക്ക് പിരിഞ്ഞു. വീട്ടിലെത്തിയപ്പോ തന്നെ ഗായത്രിക്ക് ആദുവിന്റെ കോൾ വന്നു. ഗായ്മോ, അവൾ നീട്ടി വിളിച്ചതും ഒരുവന്റെ പാദങ്ങൾ നിശ്ചലമായി. അമ്മൂട്ടാ, എന്തായി ഓണൊരുക്കങ്ങൾ? ഗായത്രി സെറ്റിയിലേക്ക് ഇരുന്നു കൊണ്ട് അവളോട് സ്നേഹത്തോടെ ചോദിച്ചു. മുത്തശ്ശിയുടെ അനിയത്തി അനിയനൊക്കെ വന്നിട്ടുണ്ട് ഗായമ്മേ. അങ്ങനെ എല്ലാവരും ഒന്നിച്ചുകൂടി ഒരു തിരുവോണം. അത് അടിച്ചു പൊളിക്കാൻ പോവോ ഞങ്ങള്? ആദു ഭയങ്കര സന്തോഷത്തിൽ പറഞ്ഞു. ഗായത്രി അത് കേട്ട് ചിരിച്ചു. തറവാട്ടിലെ ഓണനാളുകൾ അവരുടെ മനസ്സിലേക്ക് വന്നു. ഗായ്മേ, ഞാനിപ്പോ വേറൊരു കാര്യം പറയാൻ വിളിച്ചതാണേ. എന്തു പറ്റുമോളെ? ഗായത്രി ആദുവിനോട് ചോദിച്ചു. ഗായ്മേ, നേരെ അച്ചുവേട്ടന്റെ മുറിയിലേക്ക് പോയേ. എന്താണെന്നൊന്നും അറിയില്ലെങ്കിലും ഗായത്രി അവൾ പറഞ്ഞതനുസരിച്ചു. ഫോൺ സ്പീക്കറിലായതുകൊണ്ട് തന്നെ ധ്രുവി എല്ലാം കേൾക്കുന്നുമുണ്ട്. റൂമിലേക്ക് പോയ സമാധാനം കിട്ടില്ലെന്ന് തോന്നിയതുകൊണ്ട് ധ്രുവിയും ഗായത്രി അനുഗമിച്ചു. അപ്പോഴേക്കും ഗായത്രി അച്ചുവിന്റെ മുറിയിലെത്തി. അച്ചേട്ടന്റെ കബോർഡൊന്ന് തുറന്നേ. ആദു പറഞ്ഞതും ഗായത്രി കബോർഡ് തുറന്നു. അതിലൊരു ഷോപ്പറുണ്ട്. ഗായ്മ ഗിഫ്റ്റ് ഒന്ന് തുറന്നു നോക്കിയേ. ഞാൻ ഗായ്മയ്ക്ക് വേണ്ടി എടുത്തതാ. ഗായത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ ആ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കി. ഒനിയൻ പിങ്ക് ഗ്രീൻ കോമ്പിനേഷന് വരുന്ന ഒരു പട്ടുസാരിയായിരുന്നു അതില്. ഗായ്മ പറഞ്ഞിട്ടില്ലേ ആ കളർ ഇഷ്ടാന്ന്? അതാ അത് തന്നെ എടുത്തത്. ആദു കൂട്ടിച്ചേർത്തു. അവളുടെ മനസ്സിൽ ഗായത്രിക്ക് അത്രത്തോളം സ്നേഹമുണ്ടെന്ന് ധ്രുവി മനസ്സിലാക്കുകയായിരുന്നു. ഇഷ്ടായി ഗായ്മേ. ഞാനിന്ന് കോളേജ് പ്രോഗ്രാമിനെ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോ ഗായ്മയ്ക്കും എടുത്തിരുന്നു. പിന്നെ ജോലി കൊഴിഞ്ഞു വന്ന അച്ചോട്ടനെ വഴി പിടിച്ചു നിർത്തിയിട്ട് രഹസ്യമായി ഏൽപ്പിച്ചതാ. അവളുടെ ഓരോ വാക്കുകളും അവനെ ഓരോന്ന് പഠിപ്പിക്കുകയായിരുന്നു. ചെറിയ കാര്യങ്ങളിൽ നിന്നും അവൾ തന്റെ അമ്മയ്ക്ക് നൽകുന്ന വലിയ സന്തോഷങ്ങൾ അവളെ ആരും സ്നേഹിച്ചു പോകും. അത്രത്തോളം ഹൃദയശക്തിയുള്ളവളാണ് ആത്മിക. തുടരും.